കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി മത്സരം ഇന്ന് രാത്രിയായിരിക്കും നടക്കുന്നുണ്ടാവുക. ആ ഒരു മത്സരത്തിന് മുന്നേ ഒരു പ്രീ വീഡിയോ ആണ് ഇത്. സോ ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും KBFC സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ കളി സമനില പിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സിയും കഴിഞ്ഞ മത്സരം സമനിലയായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. പഞ്ചാബിന്റെ മികച്ച സ്ട്രൈക്കറായ എഫ് യോങ്കിന് റെഡ് കാർഡ് കിട്ടിയിരിക്കുകയാണ്. സോ എന്തൊക്കെയായാലും ആ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ടാവില്ല. ബ്ലാസ്റ്റേഴ്സിനെതിരെ എഫ് യോങ്ക് കളിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തലവേദന വരുത്തുന്ന ഒരു താരം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു ന്യൂസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വളരെയധികം സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ഈ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണാം. പഞ്ചാബ് എഫ് സിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കളിയിൽ നിന്ന് 1 വിജയവും അതേപോലെ തന്നെ 1 തോൽവിയും 2 സമനിലയുമാണ്. നിലവിലിപ്പോൾ പഞ്ചാബ് എഫ് സി 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പുച്ഛിച്ചു തള്ളാൻ പറ്റില്ല. പഞ്ചാബ് എഫ് സിക്ക് നല്ലൊരു സ്ക്വാഡ് തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. എഫിയങ്കോ പോയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ബ്ലാസ്റ്റേഴ്സിന് പഞ്ചാബ് എഫ് സിയുടെ അടുത്തൊരു താരവും തലവേദന ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. പഞ്ചാബിന്റെ AMF ആയ ഡാനി റമറിസും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു തലവേദന വരുത്തുന്ന താരം തന്നെയായിരിക്കും. എന്തൊക്കെയായാലും ഇന്ന് രാത്രി നമുക്ക് കണ്ടറിഞ്ഞു തന്നെ കാണാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഇന്ത്യൻ താരത്തിനൊക്കെ ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന മാച്ചിൽ ആ ഒരു താരത്തിനെ സ്റ്റാർട്ടിംഗ് ലെവനിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ വിക്ടർ ബർട്ടോമിയും ഈ ഒരു മത്സരം കളിക്കില്ല. താരത്തിന് 3 കളിയുടെ സസ്പെൻഷൻ ആണ്. എന്തൊക്കെയായാലും ഇന്നത്തെ മാച്ചിനെ പറ്റിയിട്ടുള്ള പ്രെഡിക്റ്റ് സ്കോർ ഒക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസും അതേപോലെ തന്നെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.